രാവിലെ തന്നെ ഗേറ്റ് തുറക്കാൻ ഒരുപാട് എനർജി വേസ്റ്റ് ആക്കിയിട്ട് ഇന്നത്തെ ദിവസം കണ്ട് തുടങ്ങുക കേട്ടോ. സുഹൃത്തുക്കളെ, വെരി വെരി ഗുഡ് മോർണിംഗ്. രാവിലെ ബാത്റൂമിൽ നിന്ന് കുളിച്ചിറങ്ങിയപ്പോഴേക്കും നമ്മുടെ മിന്നൂസ് നല്ല അടിപൊളി റവത്തരി ഉമാവും പപ്പടമൊക്കെ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് ഒരു മുത്തുമ്പ് കൊടുത്ത് ടാറ്റയും പറഞ്ഞ് ഞാനങ്ങ് ഇറങ്ങി സുഹൃത്തുക്കളെ. കടയിലേക്കാണ് കേട്ടോ, വേറെ കണ്ടില്ല. പുറത്തിറങ്ങി നോക്കുമ്പോൾ നമ്മുടെ മിന്നൂസ് ഫുള്ള് തിരുമ്പി ചിക്കിട്ടിക്കാട്ടോ ഉണങ്ങാൻ വേണ്ടി. ബൈക്കിൻ്റെ അടുത്ത് വരെ എന്നും ഓളും കൂടെ വരും. ഇതാണ് ഞങ്ങൾ കുട്ടാപ്പ് എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ ബൈക്ക്. ഇവിടെ ബാംഗ്ലൂരിൽ വണ്ടി നമുക്ക് തന്നെ കഴുകാനുള്ള സൗകര്യം കുറവായതുകൊണ്ട് ആൾ കുറച്ച് പൊടി പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ ചില ദിവസങ്ങളിൽ ഉണ്ടാവാറുള്ള പോലെ തന്നെ ഗേറ്റൊന്നും പണി വന്നു. ഭയങ്കര ടൈറ്റ്, എത്ര തള്ളിയിട്ടും പോകുന്നില്ല. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ രണ്ടുപേരും കൂടെ തള്ളി ഒരു തള്ളങ്ങ് തള്ളി അതിൽ ഗേറ്റ് അങ്ങ് തുറന്നു. രാവിലെ കഴിച്ച മിന്നൂസിൻ്റെ ഉപ്പുമാവൊക്കെ ആ തള്ളെല്ലാം അങ്ങോട്ട് പോയിട്ടോ. അങ്ങനെ നമ്മുടെ കുട്ടാപ്പനും കൂട്ടി നേരെ കടയിലേക്കാണ്ട് വെച്ച് പിടിച്ചു. റൂട്ടിൽ അങ്ങനെ ഒന്നും വലിയ ട്രാഫിക് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ നേരെ നോക്കിയപ്പോൾ തിരൂർ രജിസ്ട്രേഷനിലൊരു വണ്ടി. 9 മണിക്ക് കട തുറന്നെങ്കിലും ഒരു 10 മണിക്ക് ശേഷമാണ് കേട്ടോ നമുക്കൊന്ന് കച്ചവടമായത്. അങ്ങനെ അല്ലറ ചില്ലറ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഒന്നിരുന്നപ്പോഴേക്കും നമ്മുടെ മിന്നൂസ് വീഡിയോ കോളിൽ എത്തിയിട്ടോ. ഞാൻ വീഡിയോ എടുക്കണോണ്ടേ ഓള് ക്യാമറ ഓൺ ആക്കൂല എന്ന് പറയണേ. അപ്പോഴേക്കും നമുക്ക് പരിചയമുള്ളൊരു മുത്തുമണി ഫോൺ നന്നാക്കാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മിന്നൂസ് അവിടെ സോയാബീൻ വെച്ചിട്ട് പുതിയൊരു ഡിഷ് പരീക്ഷിക്കുകയാണല്ലോ. ഓള പണി എന്തായാലും അവിടെ നടക്കട്ടെ. എന്തായാലും ഒരു വെറൈറ്റി രുചിയിൽ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാമല്ലോ. ആ ഗ്യാപ്പിൽ ഞാൻ നമ്മുടെ മുത്തുമണീൻ്റെ ഫോൺ റെഡി ആക്കിട്ടോ. ശരിക്കും സർവീസ് ചെയ്യുമ്പോൾ ഇരിക്കേണ്ടത് ഇതായി കാണുന്നത് ഇവിടെയാണ്. പക്ഷേ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ വേറെ ആരെയും കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ പിന്നെ കാണൂല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്നിട്ട് ചെയ്യണം. അങ്ങനെ ആ ഫോണിന് 8 കാലി വല വിരിച്ചമാര് റബ്ബറൊക്കെ ഇട്ട് വെച്ചപ്പോഴേക്കും അടുത്തൊരു ഫോണ് സർവീസിന് എത്തി കേട്ടോ. ഈ ഫോണിന് ഡിസ്പ്ലേ മാറ്റാനായിരുന്നു കംപ്ലൈൻറ്റ്. അപ്പോൾ ഡിസ്പ്ലേ നമ്മളടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോർട്ടർ എന്ന് പറയുന്ന ആപ്പിൽ ഓർഡർ ചെയ്ത് വരുത്തിയ കേട്ടോ. അങ്ങനെ അതൊക്കെ റെഡിയാക്കി നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനായിട്ട് പോയി കേട്ടോ. ഫോൺ വയ്ക്കിൽ നമ്മൾ കുറച്ച് പച്ചക്കറിയും കുറച്ച് മുട്ടയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാ ഈ കാണുന്ന പച്ചക്കറി പീടിയെന്ന് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതൊരു മലയാളീസിൻ്റെ ഷോപ്പായിരുന്നു. അങ്ങനെ നല്ല നട്ടുച്ച സമയമായിട്ടുണ്ട് കേട്ടോ. വിശപ്പിൻ്റെ കാടിനെ കൊണ്ട് ഞാൻ ഓടി കയറിയിട്ടോ ഭക്ഷണം കഴിക്കാൻ പോയത്. മിന്നൂസാണെങ്കിൽ വീട്ടിൽ നല്ല അടിപൊളി ചോറും നല്ല കേബേജ് ഉപ്പേരിയും പപ്പടും സോയാബീൻ കറിയും അത് പൊരിച്ചതും ഒക്കെ പടം ഇങ്ങനെ വിളമ്പി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളൊന്നും ഞാൻ വരാൻ വേണ്ടി കാത്തുക്കില്ല, ഒന്നിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും പാടി ഇരുന്ന് ഭക്ഷണം കഴിക്കുക കേട്ടോ. അപ്പോൾ അമ്മു ചേച്ചീനോടൊക്കെ ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ടാണല്ലോ ഒന്ന് കറിയൊക്കെ ഉണ്ടാക്കിയത്. അപ്പം എന്താ പറയുക, ഒന്നും പറയില്ല, നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം എന്നൊരു തക്കാളി കറി അങ്ങനെയാണ് ഉണ്ടാവല്. ഇപ്പം എന്നൊരു ചേഞ്ച് പിടിച്ചപ്പം അവന് നല്ലൊരു രുചി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വീണ്ടും കടയിലെത്തി വൈകുന്നേരം ഒരു 6:30 ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ കടയിലുണ്ടായിരുന്ന എല്ലാ ലൈറ്റും അങ്ങോട്ട് ഓണാക്കി നിരത്തേണ്ട ഇട്ടു കേട്ടോ. പിന്നെ നമുക്ക് ഫോൺ നന്നാക്കാനായിട്ട് വന്നത് ഇതാ ഈ ഒരു ബായുടെ കേട്ടോ. അപ്പോൾ പുള്ളിയുടെ ഫോൺ നന്നാക്കിയിട്ട് 8 കാലി വല വിരിച്ച പോലെ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് മൂപ്പരെ കയ്യിലാണ്ട് കൊടുത്തു. അങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു ബായി അവിടെ ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കി വിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 9-9:45 ആയപ്പോഴേക്കും അവസാനത്തെ ഒരു ഫോണും കൂടെ സർവീസിന് വന്നു കേട്ടോ. അതും ഇതുപോലെ ഡിസ്പ്ലേ മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ അതും നല്ല അടിപൊളിയായിട്ട് ഡിസ്പ്ലേ ഒക്കെ മാറ്റി പുള്ളിയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തത്. അങ്ങനെ തിരിച്ചു പോകുമ്പോൾ ഇന്നലെ മിന്നൂസ് ബോട്ടിൽ നിറച്ചെന്ന വെള്ളം ഇന്നും ബാക്കിയാണ്. അങ്ങനെ ഒരു 10:30 ആയപ്പോഴേക്കും ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വിട്ടു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വ്യാഴാഴ്ച വിശേഷങ്ങൾ.